ഹായ് ഗായ്സ്, ഇപ്പോൾ സമയം 12:48 ആണ്. ഇന്ന് ആക്ച്വലി ഇപ്പം നമ്മൾ പ്രിയയുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പം എനിക്കൊന്ന് തേർഡ് ഡേ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. 2 days കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. കുറച്ച് ബെറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നും ഇപ്പം മുട്ടിൽ കുറച്ച് സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. സോ ഷീസ് ഹാവിങ് എ ലോട്ട് ഓഫ് മെഡിസിൻസ് ആൻഡ് മുട്ടിലെ സ്വെല്ലിംഗ് വരുമ്പോൾ എനിക്ക് ഒരു പാച്ച് ഉണ്ട്, അത് ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനിപ്പോൾ പോയി തപ്പണം രാത്രി. ഇവിടെ മെഡിക്കൽ ഷോപ്പ് എന്തെങ്കിലും ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ കുറേ മരുന്ന് കഴിക്കണമെന്നുണ്ട്. ഭയങ്കര വിശപ്പുമാണ് രാത്രി. സോ എന്തെങ്കിലും സ്നാക്സും വാങ്ങിയിട്ട് വരണം. ഹോപ്പ്ഫുള്ളി ഞാൻ പ്രിയ വിൽ ഗെറ്റ് ബെറ്റർ വെരി സൂൺ. ആൻഡ് നമുക്ക് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള നല്ല നല്ല ട്രാവൽ വ്ളോഗ്സ് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു. എന്തായാലും ഞാൻ നേരെ ഒന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് പോകണം. ഞാൻ ജസ്റ്റ് ഡൂയിങ് എങ്ങനെയാണ് ഈ ഒരു സ്ട്രഗിളിൽ കൂടെ എങ്ങനെയാണ് ഞങ്ങൾ ട്രാവൽ വ്ളോഗ്സ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് ചലഞ്ചിങ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ട്രാവൽ വ്ളോഗ്സ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ അല്ലെങ്കിൽ ഞാനും വേദുമായിട്ട് പോകണം. പ്രിയയ്ക്ക് ചിലപ്പോൾ വേദുവിനെ ഫുൾ ടൈം ഇവിടെ ടേക്ക് കെയർ ചെയ്യാനും പാടായിരിക്കും. സോ പക്ഷേ ഞാനും വേദും കൂടെ പോയാലും വ്ളോഗ് ചെയ്യാൻ പാടായിരിക്കും. സോ ഇപ്പോൾ ഒരു ഹാർഡ് സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്. എന്തായാലും ഫസ്റ്റ്ലി ഞാൻ പോയി പ്രിയ മെയിനായിട്ട് മുട്ടിലൊട്ടിക്കുന്ന പാച്ചും പ്രിയക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് നോക്കാം. രാത്രി ആക്ച്വലി സ്ട്രീറ്റ്സ് ഒക്കെ കുറച്ച് കാലിയാണ്. മെഡിക്കൽ ഷോപ്പ് അടുത്ത് തന്നെ ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. 24 hours ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടെന്ന്. പക്ഷേ ഇവിടുത്തെ ഗൂഗിൾ മാപ്പൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇത് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. എന്തായാലും പോയി ചെക്ക് ചെയ്യട്ടെ. ഇവിടെ ഒരു 7-Eleven പോലത്തെ സ്ഥലമുണ്ട്. സോ ഫുഡ് അവിടെ നിന്ന് കിട്ടുമേ കണ്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം എല്ലാം അടച്ചിരിക്കുവാണ്. ഇതെന്താണ്? അല്ല, ഇതൊക്കെ കബാബ് ഷോപ്പാണ്. ഞാൻ പറഞ്ഞ ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് തെറ്റാണ്. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി തപ്പേണ്ടി വരും എന്ന് തോന്നുന്നു. ഇവിടെ ഇല്ല കേട്ടോ, എല്ലാം അടച്ചിരിക്കുക സ്ട്രീറ്റ്സിൽ. ഫുഡ് വാങ്ങാം. ഇവിടെ സർക്കിൾ കെ ആണ്, 7-Eleven പോലത്തെ സ്ഥലത്ത്. സോ സർക്കിൾ കെ കയറിയിട്ട് എന്തെങ്കിലും എനിക്കൊന്ന് ബ്രെഡോ ബണ്ണോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങുന്നതായിരിക്കും നല്ലത്. രാത്രി ഇത്രയും ലേറ്റ് ആയപ്പോഴത്തേക്ക് വേറെ ഹെവി മീൽസ് ഒന്നും വാങ്ങണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, ഈ ഒരു ബനാന ബ്രെഡും ഈ ഒരു മിൽക്ക് ബ്രെഡ് പോലത്തെ സംഭവം 2 എണ്ണം എടുക്കാം തൽക്കാലത്തേക്ക്. ഇവിടെ എല്ലാ പേയ്മെൻറ്റും കാർഡ് വെച്ചാണ് ചെയ്യുന്നത്. ഞാൻ പൈസ എടുക്കുന്നില്ല, ഫുൾ കാർഡ് വെച്ചാണ് എല്ലാ പേയ്മെൻറ്റും ചെയ്യുന്നത്. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വയ്യാതായി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഞങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ എല്ലാവരും ട്രാവൽ ചെയ്യുന്നത് കുറേ കാലത്തെ പൈസ സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ വയ്യാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എബ്രോഡ് എവിടെയാണെങ്കിലും, ഇപ്പോൾ ഇവിടേക്ക് ആണെങ്കിലും അത്യാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പക്ഷെ എന്നാലും ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി സീരിയസ് ആയിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ സ്ഥിതിക്കാണെങ്കിൽ ഓക്കെ, പോയത് പോട്ടെ എന്ന് വിചാരിച്ച് വിഷമത്തോടെയെങ്കിലും നാട്ടിൽ പോകാം. പക്ഷെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറേ കാലം എമൗണ്ട് സേവ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പിന് വരുന്നത്. അതും വലിയൊരു ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാം പ്രീ ബുക്ക്ഡ് ആയിരിക്കും. നമ്മുടെ ഹോട്ടൽസ്, ഫ്ലൈറ്റ്സ് എല്ലാം പ്രീ ബുക്ക്ഡ്, ഒന്നും റീഫണ്ട് കിട്ടില്ല. ആൻഡ് ഇതാണ് നമ്മുടെ ഇൻകം സോഴ്സും. സോ പ്രീക്ക് ഇങ്ങനെ വയ്യാതൊക്കെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഇൻകം നിന്ന് പോവാണ്. ഓബ്വിയസ്ലി ഹെൽത്ത് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ആൻഡ് എനിത്തിങ്. പക്ഷേ നമ്മുടെ ഒരു സ്ഥിതിയിൽ മാക്സിമം നമ്മൾ അത്രയും സീരിയസ് അല്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഒന്നും തള്ളി വ്ളോഗ് ചെയ്യിപ്പിക്കാൻ തന്നെ നോക്കും. അറ്റ്ലീസ്റ്റ് പ്രിയനെ റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും. ബിക്കോസ് ഇത് നമ്മുടെ ഒരു ഇൻകം സോഴ്സ്, നമ്മുടെ ജീവിതമാർഗം കൂടി ആയതുകൊണ്ട് ഇറ്റ് ഇസ് വെരി ചലഞ്ചിങ്. ഇപ്പോൾ ആലോചിക്കുക, എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കും ഇത്രയും വർഷം ഞങ്ങൾ വേദവും പ്രിയയായിട്ടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും അങ്ങനെ ആർക്കും ഒരു സീരിയസ് ഇന്ന് നാട്ടിൽ തിരിച്ച് പോകേണ്ടതോ അല്ലെങ്കിൽ ഈവൻ 2-3 ദിവസം പോലും ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വലിയ പാടാണല്ലോ. ഈ ട്രാവൽ എക്സ്പെൻസസും എല്ലാം വരുന്നതല്ലേ. അങ്ങനെ പോലും ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഈ 4 to 5 years 5 years ആയി ഇപ്പോൾ ട്രാവൽ വ്ളോഗ്സ് തുടങ്ങിയിട്ട്. പക്ഷേ ഇത്തവണ ഇങ്ങനെ ആയിപ്പോയി. ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ തിങ്ക് സോ വി ക്യാൻ റിക്കവർ സൂൺ ആൻഡ് ഗെറ്റ് ബാക്ക് ടു നോർമൽ വ്ളോഗിങ്. ഒരു 1.2 kilometers ഞാൻ വന്ന് കണ്ടുപിടിച്ചതാണ് ഈ ഒരു സ്ഥലം. ഞാൻ ഇതിൽ ടാക്സിയിൽ എൻട്രി ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്ക് ലൊക്കേഷൻ എൻട്രി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ബൈക്ക് ടാക്സിയിൽ. കാരണം ഇത് അങ്ങനെ ലൊക്കേഷനായിട്ട് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ വന്നില്ല. പക്ഷേ ബ്ലൂ ലൈറ്റ് അവിടെ കാണാം. ഹോപ്പ്ഫുള്ളി അത് ഓപ്പൺ ആയിരിക്കും, നമുക്ക് വേണ്ട സാധനം അവിടെ കിട്ടും. ഇല്ലെങ്കിൽ പ്രിയയുടെ മുട്ടുവേന നല്ല കൂടാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും ആക്ച്വലി ജസ്റ്റ് ഒരു മുട്ടുവേനയല്ല, കാരണം പ്രിയ അങ്ങനെ മുട്ടിനും നീക്കും ജോയിൻസും ഒന്നും ഒരു പ്രശ്നമില്ല. ഇത് പെട്ടെന്ന് എന്തോ ഇങ്ങനെ ഒരു കോസ് വന്നായിരിക്കും സിവിയർ ആയിട്ട്. എന്താ കാരണം എന്നറിയില്ല. നമുക്കൊരു സിംറ്റമോ ഒരു വാർണിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു രാത്രി തുടങ്ങിയൊരു വേദന, ജസ്റ്റ് ഒരു കാര്യമില്ല. വീഴുവോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുമൊന്നുമില്ല. നോർമൽ വാക്കിങ്ങേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ഒരു
പെട്ടെന്ന് നമുക്കിപ്പോൾ നമ്മൾ പറയില്ലേ പ്രതീക്ഷിക്കാതെ നടക്കുന്നത് അങ്ങനെ വന്നൊരു പെയിനാണ്. അതാണ് നമുക്ക് വിഷമമായി പോയത്. ഇപ്പം നമുക്ക് ചെറുതായിട്ട് കാലുവേന തുടങ്ങി, കൈവേന തുടങ്ങി, അല്ലെങ്കിൽ പനി തുടങ്ങിയിട്ട് പിന്നെ കൂടി, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടല്ലോ. ഇത് പക്ഷെ ഒന്നുമില്ല, ജസ്റ്റ് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര സിവിയർ പെയിൻ. എന്തായാലും അത് ഓപ്പണാൻ തോന്നുന്നു. നമ്മളെന്തായാലും സിറ്റിയുടെ നടുക്കായതുകൊണ്ട് കുറച്ച് അധികം ദൂരം ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ നടന്ന് ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ട് ഇനി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഡോക്ടർ എന്തായാലും പറഞ്ഞ കൂളിംഗ് പാച്ച് വെക്കാനാണ്, ഹീറ്റല്ല കൂളിംഗ് പാച്ച് വെക്കാനാണ്. സോ ഇത് പെയിൻ റിലീഫ് കൂളിംഗ് പാച്ച് കറക്റ്റായിട്ട് ഇവിടെ കിട്ടി. ഇത് നീക്കും വെക്കാൻ പറ്റുന്നതാണ്. സോ ഇതെന്തായാലും ഒരെണ്ണം വാങ്ങാം. ബാക്കിയുള്ളതൊക്കെ പ്രിയടയിലുണ്ട്. ഇത് ഭയങ്കര ഒരു റിലീഫ് വരുന്ന സാധനമാണ് പ്രിയക്ക്. ഞാനും ഇത് ഒരെണ്ണം വാങ്ങി, ഒരു ഹൈഡ്രേഷൻ്റെയും ഒരു സംഭവം. ഞാനും എനിക്കും ടെൻഷനായിട്ട് എനിക്ക് പൊതുവേ ഞാൻ പറഞ്ഞില്ല പൈസയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവലിംഗ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനെ അഡ്വേഴ്സ് ഫ്ലൈറ്റ് മിസ്സാവും, പൈസ പോയിട്ടുണ്ട്, റോബറി നടന്നിട്ടുണ്ട്, അതൊന്നും എനിക്ക് ഒരു പരിധിക്ക് മുകളിൽ അങ്ങനെ ടെൻഷൻ സ്ട്രെസ്സല്ല. പക്ഷെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് തുടങ്ങി BP ലോ ആയതൊന്നും അറിയില്ല. സോ ഞാൻ ഒരു ഡ്രിങ്ക് വാങ്ങിയിട്ടുണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക്. ഫുൾ എന്താ വ്ളോഗ് ചെയ്യുന്നത് പോലും എനിക്കറിയില്ല. വെരി എന്താ പറയുന്ന ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ തന്നെയാണ്. തിരിച്ച് ഞാൻ റൂമിലേക്ക് എത്തി. ഞങ്ങൾ റൂമൊക്കെ മാറ്റേണ്ടി വന്നേ. സോ പുതിയ റൂമിൽ ഇവിടെ ഞാൻ വേദ് കിടക്കും. ഇവിടെ ആണെങ്കിൽ പ്രിയയ്ക്ക് വേറെ സെപ്പറേറ്റ് റൂം കൊടുത്തു. കാരണം പ്രിയയുടെ കാല്, വേദുവിൻ്റെ കാലും എല്ലാം അറിയാതെ പ്രിയയുടെ കാല് മുട്ടിയ നല്ല പെയിനാണ്. അതുകൊണ്ട് പ്രിയയ്ക്ക് വേറെ റൂം എടുത്തു. റൂം ടൂർ ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ പിന്നെ കാണിക്കാം. പക്ഷേ ഇപ്പോൾ 2 ബാത്റൂമും എല്ലാം ഒരു ഫാമിലി കണക്റ്റിംഗ് റൂമാണ് എടുത്തത്. കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു ചേട്ടാ ഞങ്ങളുടെ റൂം. സോ ഇതൊക്കെ ഞാൻ ഇപ്പോഴത്തേക്ക് എടുത്തതാണ്. സോ ദാറ്റ് Priya can sleep comfortably. കിട്ടിയേട്ടാ പാച്ച്. പൊട്ടിക്കാലോ. ഇത് ആക്ച്വലി നന്നായി കുറഞ്ഞതായിരുന്നു അല്ലേ? അതെന്താ അറിയോ, കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഞാൻ പഴയ പോലെ നടക്കും. പക്ഷെ നമ്മൾ അധികം നടന്നില്ലല്ലോ, ഫുൾ റെസ്റ്റ് ആയിരുന്നില്ലേ? അതെ, പക്ഷെ എന്നാലും എനിക്കൊന്ന് രാത്രി ആകുമ്പോൾ തോന്നുന്നു. എൻ്റെ റീസൺ എന്താണ് ഡോക്ടർ പറയുന്നത് സ്ട്രെയിൻ ചെയ്യണം. പക്ഷെ നമ്മളിപ്പോൾ അധികം സ്ട്രെയിനും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒട്ടിക്കണം, ഇങ്ങനെ ഒട്ടിക്കണം. ഇവിടെയാ എനിക്കൊന്ന് ഇങ്ങനെ ഒട്ടിച്ചാൽ പോരാ? ഇങ്ങനെ മതിയോ? അത് എപ്പോഴും ഏത് അസുഖത്തിനും രാത്രി ആകുമ്പോൾ അത് കൂടും. അതാണ് രാവിലെയൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കുന്നെല്ലാം നോർമലാക്കാം അല്ലേ, വെറുതെ പോയി വ്ളോഗ് ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന്. രാത്രി ആകുമ്പോഴേക്കും പിന്നെയും കൂടുന്നു. മറ്റേ അത് ചൂടിനായിരുന്നു, ഇത് വേറെയാ. ഇത് കൂളിംഗാ. ഡോക്ടറിന് ഐസ് വെക്കാനാ. ഐസ് പാക്ക് ആണ് ബെറ്റർ ഹീറ്റിനെ കാട്ടി ഇൻഫ്ലമേഷൻ. ആണോ? മരുന്നില്ല കഴിക്കാൻ? മരുന്നെടുത്തല്ലേ അവിടെ ഫ്രണ്ടിലെ കവറില്. ഇതിലോ? എനിക്കില്ല ഒരു ഐഡിയ ഇല്ല. ഇതിന്റെ ഹാഫ് ആക്കണം. വെള്ളം റവ നോക്കാം. നാട്ടിലുള്ളപ്പോ വെള്ളം ഉണ്ടോ? ഇങ്ങനത്തെ വെള്ളം നേരെ ആശുപത്രിയിലേക്കും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു വ്ളോഗില്. നാട്ടിലാവുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഇല്ല, നേരെ അറ്റ്ലീസ്റ്റ് കാഷ്വാലിറ്റിയോ
എല്ലാം പോയി പെട്ടെന്ന് എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുവോ അല്ലെങ്കിൽ ഒരു അഡ്മിറ്റ് ആവോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇവിടെ വെച്ചാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയും ഉണ്ട് ഏകദേശം ഒരു 2 ആഴ്ച ട്രിപ്പ്. അതാണ് ടെൻഷൻ. ആ ശരിയോ എന്തോരം ബെറ്ററായി അന്നത്തെ വെച്ച് നോക്കുമ്പോ ഭയങ്കര ബെറ്ററായില്ലേ. അന്ന് കരച്ചിലായിരുന്നില്ലേ. ഓക്കെ അപ്പൊ കിടന്നോ, ഞാൻ ഇതിൻ്റെ കൂടെ പോട്ടെ. ഓക്കെ ലൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ എഴുന്നേറ്റല്ലോ, എന്നെ വിളിച്ചായിരുന്നല്ലോ. എന്തായി, എങ്ങനെയുണ്ട്, എന്താന്ന്? കുഴപ്പമില്ല, വേദന കുറവുണ്ട്. ആ സാധനം ഊരിപ്പോയി കാണും അല്ലേ? അത് ഞാൻ ഇന്നലെ അപ്പുറത്തല്ലേ കിടന്നത്. ആ എന്താ ഇങ്ങോട്ട് വന്ന്? ഞാൻ രാവിലെ ഒന്നും എടുത്തപ്പോഴും യു ആർ സീറ്റിംഗ് സ്ലീപ്പിംഗ് യോ. എന്താ അറിയോ, അപ്പുറത്ത് കിടന്നിട്ട് ഒരു എന്തോ വശപ്പശക്ക്. അപ്പൊ ഞാൻ പിന്നെ പയ്യെ അടിച്ച് ബാത്റൂം പോയിട്ട് ഇപ്പുറത്ത് കിടക്കാൻ തോന്നി. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി. പിന്നെ മാറി കിടന്നിട്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇപ്പുറത്ത് കിടന്നു. അത് ഞാൻ സൈഡിൽ ഇല്ലാത്തോണ്ടായിരിക്കും. ഓക്കെ അതെ, ഞാൻ മറ്റേ ആ ഡോക്ടർ എന്നിട്ട സാധനം ഇല്ലേ, ആ ക്രീം ഇട്ട് തരാം. എന്നിട്ട് പയ്യെ റെഡി ആവും. ഞാൻ നേരെ ടാക്സി പിടിച്ച് നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കും. ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഡള്ളായി പോവും, മറ്റേ ഡാർക്ക് സീനാവും പോവും. ആ അല്ല, ഞാൻ മറ്റേ ഇവിടുന്ന് ഗ്രാബോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഒരു ഡൾനെസ് വരും. ജസ്റ്റ് പോയിട്ട് അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഉണ്ടല്ലോ. ഇതിപ്പോൾ എത്രാമത്തെ 5th ഡേ ആയി ഇന്ന്, അല്ല ഇത് വന്നേ പിന്നെ. ഇനി 2 ദിവസം കൂടി ഉണ്ട്. ഉള്ളിത്തേക്ക് നമ്മൾ അടുത്ത സ്ഥലത്ത് പോകുന്നതിൻ്റെ ഡേയ്സ് കുറഞ്ഞു. ഫ്ലൈറ്റ് മാറ്റേണ്ടി വന്നു, എല്ലാം ചെയ്യേണ്ടി വന്നു. അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ ക്രീം ഇട്ട് തരാം. എന്നിട്ട് റെഡി ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിക്കാം. നാളെ ശരിയാവും. നാളെ അറ്റ്ലീസ്റ്റ് മറ്റന്നാളെങ്കിലും ശരിയാവും. പിന്നെ നമുക്ക് പൊളിക്കാം. ഇതാണ് ആ ക്രീം, ഇവിടുത്തെ ഡോക്ടർ ഇട്ട് തന്ന സംഭവം. സോ ഇതിട്ട് കഴിഞ്ഞാൽ എന്തായാലും കുറച്ചെങ്കിലും ബെറ്റർ വരും എന്ന് തോന്നി താൽക്കാലികമായിട്ട്. ഏതിതോ? ഓക്കെ. എന്നിട്ട് ഫോഴ്സ് ചെയ്യുമ്പോ മനസ്സിലാവുന്നുണ്ടോ? ആ ഡാഡി എന്നിട്ട് ഫോഴ്സ് ചെയ്യും പ്രിയ, ബാ ഡാഡി മുട്ടുവേനൊക്കെ കുഴപ്പമില്ല, ട്രാവൽ ചെയ്യുമ്പോൾ മാറുന്നു. ഇപ്പൊ ഒരാൾക്ക് 2 ദിവസം വന്നപ്പോഴേക്കും ആലോചിച്ച് നോക്ക്, ഡാഡി എത്ര കാലം സഹിക്കുന്നു. മനസ്സിലായത്. ലൈറ്റ് ഇട്. മേലെ ഡാഡി മമ്മീനോട് ട്രാവൽ ചെയ്യാൻ പറയരുത്, അവരുടെ ഇഷ്ടം ഇല്ലാതെ ഫോഴ്സ് ചെയ്യരുത്. അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ വേദന ഉണ്ടെങ്കിൽ ഇപ്പൊ യു ലൈക്ക് ട്രാവലിംഗ്. ഇവിടെ കുറെ സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുണ്ട്. എനിക്ക് എന്താ തോന്നുന്നറിയോ, ചിലപ്പോ ഈ മുട്ടില് വല്ല ഫ്ലൂയിഡ് കെട്ടി നിക്കുന്നുണ്ടോ, അതുകൊണ്ടാണോ? അതെന്തെങ്കിലും സ്വെല്ലിംഗ് കൊണ്ടായിരിക്കാം, പക്ഷെ ഇത് സ്വെല്ലിംഗ് പോവായിരിക്കും. ഡാഡിക്ക് എന്തായിരുന്നല്ലോ മുട്ടില് ഫ്ലൂയിഡ് കെട്ടി നിക്കുന്നത്. എന്തായാലും എനിക്കൊന്നും നീരൊന്നും ഇല്ല, പക്ഷെ ഒരു തടുപ്പുണ്ട്. ഒരു പോയിന്റ് ഉണ്ട് ഒരു വേദനയുടെ. ഞാനേ ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരിങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇൻഫ്ലമേറ്ററി ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട്. ഞാൻ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഡോക്ടറിനെ കാണാനായിട്ട്. അതെ, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്പ്. മരുന്നിപ്പോ കഴിക്കുന്നുണ്ട് കേട്ടോ. പ്രിയ ഇസ് ഓൺ മെഡിസിൻ. കുറെ മരുന്നുണ്ട്, സപ്ലിമെന്റ്സും മരുന്നുകളും കുറെ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് വിചാരിച്ചത്. അപ്പൊ ഞങ്ങൾ അത്ര ഹെക്ടിക് ആയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ചിലപ്പോ അതുപോലും താങ്ങാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ബോഡിക്ക് കാണില്ല. ഓക്കെ, അപ്പൊ റെഡി ആവ്, എന്നിട്ട് നമുക്ക് പോയി കഴിക്കാം. കാര്യം ചെയ്യേണ്ടി വരും, കോഫി കുടിക്കാൻ നിർത്തേണ്ടി വരും. വിയറ്റ്നാമീസ് കോഫി ചിലപ്പോൾ ഇൻഫ്ലമേഷൻ കൂട്ടും. വെജിറ്റേറിയൻ ആവുക, ഈ ട്രിപ്പ് കഴിയുന്നവരെ വെജിറ്റേറിയൻ ആവുക, ശരിയാവും കാര്യങ്ങള്. ഓക്കെ, അപ്പൊ വേദനയാവും. ഈ സ്ഥലമൊക്കെ ഇനിയിപ്പോ നാത്രാങ്ങിലേക്കൊക്കെ നമ്മൾ വരുമോന്ന് അറിയില്ല. ബാ, വണ്ടി വന്നു. വരെ മാറിയിട്ടില്ല കേട്ടാ. ടാക്സി വരുന്ന സ്പീഡ്. ലിഫ്റ്റിൽ നിന്ന് ബുക്ക് ചെയ്തു, താഴെ എത്തിയപ്പോഴേക്കും സാധനം എത്തി. നാത്രാങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബീച്ച് ടൗൺ ആണ്. ഇവിടെ എനിക്ക് ഏറ്റവും വീടായിട്ടൊരു കാര്യം തോന്നിയതുണ്ട്, അത് ഞാൻ നാളെ പറയാം. പക്ഷെ ഈ ഒരു സൈഡ് മൊത്തം
ഇതുപോലെ കടകളും ആ സൈഡ് മൊത്തം ബീച്ചുമാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസ് വളരെ കുറവാണ്, ടൂറിസ്റ്റും വളരെ കുറവാണ്, ഇന്ത്യൻസും വളരെ കുറവാണ്. ഒരു നാഷണാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ, അതാണ് ഈ നാത്രാങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ആക്ച്വലി ക്വൈറ്റ് ഹാപ്പനിങ് ആണ്. നമ്മുടെ ഒരു ഫുക്കറ്റ് ഒക്കെ ഇല്ലേ, ഏകദേശം അത് തന്നെ, പക്ഷേ വിത്തൗട്ട് ബീങ് ഓവർ റൺ ബൈ ടൂറിസ്റ്റ്. പാസ്, റെസ്റ്റോറൻറ്റ്സ്, ബീച്ച് ക്ലബ്, ബീച്ച് കഫേസ് ആൻഡ് ഭയങ്കര അഫോർഡബിളും ആണ് കേട്ടോ. ഫുഡ് മസാജസ് എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ലോണ്ട്രീസാണ്. കുറേ ലോണ്ട്രി കടകളുണ്ട്. ലുക്സ് നൈസ്. എനിക്ക് തോന്നുന്നു നമുക്ക് തായ്ലൻഡൊക്കെ കുറച്ച് മാറ്റി പിടിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാലും നല്ലൊരു ഹോളിഡേക്ക് ഉള്ള എല്ലാ സ്കോപ്പും ഉണ്ട് കേട്ടോ. നാത്രാങ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതിൽ മെയിൻ വ്യത്യാസം എനിക്ക് തോന്നുന്നത്, നിങ്ങൾ നോക്കിക്കോ, ഇന്ത്യൻ ടൂറിസ്റ്റ് വളരെ കുറവായിരിക്കും, കാണത്തേ ഇല്ല. കംപ്ലീറ്റ് ഇതൊരു ഐലൻഡ്, റിസോർട്ട് ഐലൻഡ് വൈബാണ്. സോ നോക്ക്, ഇവരുടെ കോഫി ഷോപ്പൊക്കെ വരുന്നത് ഭയങ്കര ഏസ്തെറ്റിക് ആട്ടോ. ഇവർക്ക് ഏസ്തെറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആ ടൂറിസ്റ്റ് വരുവുള്ളൂ. അതെ, അടിപൊളിയായിട്ടുണ്ട്. കഫേക്കെ ഉണ്ട്, പക്ഷേ ബീച്ച് കഫേയിലേക്ക് ഉച്ചയ്ക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വേറെ നല്ലൊരു ഇൻറ്റീരിയേഴ്സ് ഉള്ളും നല്ല ഫുഡും കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയാൽ. വേദുവാണ് ഇവിടെ അമ്മേനെ ടേക്ക് കെയർ ചെയ്യുന്നത്. വേദുവിന് തന്നെ ഫുൾ ടെൻഷൻ, നമ്മുടെ കാല് വയ്യാതായിട്ട്. വേദു അമ്മേനെ ക്രോസ് ചെയ്യിപ്പിക്കുക റോഡ്. അമ്മേനെ സേഫായിട്ട് കൊണ്ടുപോകണം കേട്ടാ. ഈ ഷോപ്പിൽ ഭയങ്കര തിരക്കാണല്ലോ. എന്താ ഈ ഷോപ്പ്? എനിക്ക് തോന്നുന്നു കസ്റ്റമൈസ് ചെയ്ത് ഷൂ കൊടുക്കുന്നോ ക്രോക്സിൻ്റെ എന്തോ കടയാന്ന് തോന്നുന്നത്. വേദുവിന് ഒരു ക്രോക്സ് നോക്കുന്നുണ്ടായിരുന്നു, ഒന്ന് നോക്കട്ടെ എന്താ സംഭവം കേട്ടോ. ക്രോക്സ് പക്ഷെ ഒറിജിനൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല, പക്ഷെ ഇത്രയും തിരക്ക് കണ്ടിട്ട് ഇവിടെ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് ക്രോക്സിൻ്റെ. എന്തായാലും വേദുവിന് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടും. മൈൻക്രാഫ്റ്റിൻ്റെ ക്രോക്സ് ഇത് അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഒരു ഇവിടെ വന്നിരുന്നോ? മേളിലാണ് ആക്ച്വലി നല്ല വ്യൂ പോയിന്റ്. താങ്ക് യു മൈ സൺ. എന്തേ അല്ലേ, ഞാൻ പറഞ്ഞ ബീച്ചിലൊന്നും പോകണ്ട, ഇവിടെ കംപ്ലീറ്റ് നത്രാങ്ങിൽ ഇതൊക്കെ ഉണ്ട് പ്രിയ. ഞാൻ ഭയങ്കര ചീപ്പായിരിക്കും. ബാങ്കോക്കും വിയറ്റ്നാം മസ്റ്റാ. ആൻഡ് ആ കടയിൽ എന്തൊക്കെയാണെന്ന് അറിയോ? ഞാൻ മൈൻക്രാഫ്റ്റിന്റെ ക്രോക്സ്, നെറ്റ്ഫ്ലിക്സ് മറ്റേ സ്ക്വിഡ് ഗെയിമിന്റെ ക്രോക്സ്, ഭയങ്കര രസമുണ്ട്. മൈൻക്രാഫ്റ്റ് ഇഷ്ടമല്ലേ? ഞാൻ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. മുട്ട് ശരിയാവും നോക്കി, ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ശരിയാവും. ആ നമുക്ക് നോക്കാം. അതാ പറഞ്ഞ സത്യം. അതുപോലെ ഇതേ കണ്ട ഒരു AC ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ഉണ്ട്. വെരി ബ്യൂട്ടിഫുൾ, വെരി നൈസ്, വെരി ക്യൂട്ട്. പക്ഷെ ഇവരുടെ ഹൈലൈറ്റ് ആക്ച്വലി ഈ ഒരു ഏരിയ തന്നെയാണ്, ഓപ്പൺ എയർ. ഞാൻ പ്രിയനോട് ഇങ്ങോട്ട് വരാൻ പറയാം, നല്ല മരമൊക്കെ വെച്ച് നല്ല ഓപ്പൺ എയറിൽ ഇരിക്കാമല്ലോ. അടിപൊളിയായി ഈ ഏരിയ. ഡോറ് തുറക്കുന്ന ഹാൻഡിൽ തന്നെ നോക്ക്, അടിപൊളിയായിട്ടില്ലേ? ഹലോ അല്ലേ, ഇത് മരങ്ങളൊക്കെ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളായി വെച്ചിട്ടില്ലേ. ഈ കഫേ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതും ഭയങ്കര ഭംഗിയായിട്ടാണ്. ഇത് നമ്മുടെ ഒരു ട്രാവൽ ബ്ലോഗ് ഒന്നുമല്ല, പക്ഷെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ കാണിക്കാതിരിക്കാൻ വയ്യ. കുഞ്ചനങ്ങളുടെ വീട് ഇവർക്ക് ഇൻസ്പിറേഷൻ. എല്ലാ കോർണേഴ്സും വെച്ചിരിക്കുന്നുണ്ടോ ഓരോ കളക്റ്റബിൾ ആയിട്ട് കൊണ്ടുവന്ന കേട്ടാ. ഏതൊരു പ്രിങ്കിൾസിന്റെ ചെരുപ്പ് വാങ്ങിയാലോ? മൈൻക്രാഫ്റ്റ്, പിന്നെ ഗെയിം. ഏത് സീസണാന്നൊന്നും എനിക്കറിയില്ല. വേണ്ടെന്ന് ഉറപ്പാ? ഓക്കെ, അപ്പൊ വേദുവിന് സ്പൈഡർമാന്റെ ക്രോക്സും കിട്ടി. അത് നമുക്ക് അവര് ഫിറ്റ് ചെയ്ത് തരും. ബാ, ഇപ്പൊ പറ്റില്ല, അവര് ഫിറ്റ് ചെയ്തോളും. അതിന്റെ മറ്റേ എന്താ ജിങ്കിൾസോ ആ സാധനവും കിട്ടിയിട്ടുണ്ട്. ബാ നോക്ക്, പ്രിയയുടെ ഭയങ്കര ഫുഡാണല്ലോ. അതിന് എന്തൊരു ഡ്രിങ്കാ ഇത് അല്ലേ? എൻ്റെ വേദുവിന് എഗ് ഫ്രൈഡ് റൈസ്, പ്രിയയുടെ ഒരു കിടിലൻ റൈസ് ആൻഡ് ചിക്കൻ. കണ്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പുതിയ ഇതുണ്ടോ വേദുവിന്റെ പുതിയ? ഇത് വേദുവിന്റെ. ഇത് ഞാൻ ബാറ്റ്മാൻ, വേദു. പിന്നല്ലാതെ നോ, ഇതൊക്കെ സ്റ്റൈലാണ്. ഇതൊക്കെ നമ്മൾ നല്ല ചില്ല് ഔട്ടായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുമ്പോൾ നല്ല സ്റ്റൈലല്ലേ? നോക്ക്, നല്ല കിടിലൻ ക്രോക്സും അതിന് കുറേ ബാറ്റ്മാൻമാരും ഉണ്ട്. പ്രിയ, കുട്ടിത്വം എപ്പോഴും വേണം. ലാലേട്ടൻ ഇപ്പോഴും ഉണ്ട്, അറിയോ? ഇതൊക്കെ ഇട്ട് കളിക്കും, ഓടിക്കളിക്കും, ഊഞ്ഞാലാടും, പലതും ചെയ്യും. ഞങ്ങളൊക്കെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പമാ.
അപ്പോൾ കഴിക്കുക വേണ്ടാതെ. ഈ കഫേ ഞാൻ ലൊക്കേഷനിൽ കൊടുക്കാം. നാത്രാങ്ങിൽ വരുവാണെങ്കിൽ നിങ്ങൾ വന്ന് കഴിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പ്രിയയുടെ റോഡ് ടു റിക്കവറിയിൽ മെയിൻ തിങ് ഫുഡും കഫേസും ഒക്കെ തന്നെയായിരിക്കും. സോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പച്ചക്കറിയും പ്രോട്ടീനും നല്ല സ്റ്റീം റൈസും കഴിച്ചു കഴിഞ്ഞാൽ നന്നായി ഒന്ന് പോയി റെസ്റ്റ് ചെയ്താൽ എല്ലാം സെറ്റാവും. ടേസ്റ്റ് ഉണ്ടോ? ഡ്രിങ്കോ കുടിച്ചു നോക്കിയില്ല? ഇത് നോക്ക്, ഫുൾ പേരക്കൊക്കെ ഇട്ടിരിക്കുന്ന നോക്ക്. ഡ്രിങ്കിനും ഒരു 140, ഈ ഫുഡിന് എനിക്കൊന്നൊരു 200 rupees വല്ല ആയിരിക്കും. ഭയങ്കര ക്വാണ്ടിറ്റി കേട്ടോ. ഈ ഫോയ്ക്ക് 150. ആ ഭയങ്കര ക്വാളിറ്റി. ആ വലിയ സ്ട്രോ അത്. അത് ഫുൾ മറ്റേ ആന്റി ഇൻഫ്ലമേറ്ററി ആയിരിക്കും. ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ആ ഓക്കെ. സത്യം പറഞ്ഞാൽ ഇവിടെ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ഇവിടെ വന്ന് ഇവരുടെ കുറച്ച് ബീച്ചിൽ നടന്ന് നല്ല കാറ്റും കൊണ്ട് കുറച്ച് വെയിലും കൊണ്ട് നല്ല ഹെൽത്തി ഫുഡും കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പകുതി അസുഖങ്ങൾ കുറയും. അതെ, ആശുപത്രി കൊടുക്കുന്നതിന്റെ 100-1 വേണ്ടല്ലോ. അപ്പൊ ഗൈസ്, ഇത് ഞങ്ങളുടെ ഒരു സ്ട്രഗ്ലിംഗ് ഡേ ആയിരുന്നു നിങ്ങൾ കണ്ടത്. 2 ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെയായിരുന്നു. അതെ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ മേ ബി ഈ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് അടുത്ത വർഷം തൊട്ട് എല്ലാം അടിപൊളിയായിട്ട് നടക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും. സോ കണ്ടിന്യൂസ് ഇപ്പൊ നമ്മൾ വന്നിട്ട് 10 days ആയല്ലോ. അതിന്റെ നടന്നതിന്റെയും സ്റ്റെപ്പ് കയറിയതിന്റെയും എന്റെ ഒക്കെ സ്ട്രെയിൻ ഒറ്റ ദിവസം കൊണ്ട് അത് പുറത്ത് വന്നതാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്തായാലും നമ്മൾ ഇത് ഇപ്പം ഈ ഒരു ട്രിപ്പിൽ ഫുള്ളി റിക്കവർ ആവത്തില്ല. കാരണം നാട്ടിൽ പോയി എൻ്റെ മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് പ്രോപ്പറായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് അതിനുശേഷമേ റിക്കവറി ഒരു 100% ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മൾക്കപ്പോൾ എല്ലാ ദിവസവും പ്രിയനെ വെച്ച് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. സോ പ്ലീസ് എക്സ്ക്യൂസ്, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്. എനിക്കും എല്ലാ ദിവസവും വ്ളോഗിൽ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല, എൻ്റെ ഹെൽത്ത് പോലെ ഇരിക്കും. അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസസ്. ആൻഡ് നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രിയനെ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രേയേഴ്സ്. ഇത് എന്താ പറയുക, എൻ്റെ ഹാർട്ട് തന്നെയാണ് താങ്ക്സ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത്. ആൻഡ് സോ മച്ച് ഓഫ് ലവ് ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ ദാറ്റ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഞങ്ങൾ വിൽ ട്രൈ ടു ബ്രിങ് ആസ് എൻ്റർടൈനിങ് കണ്ടന്റ് ആസ് പോസിബിൾ. നാത്രാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ. ഇവിടെ ഇനിയിപ്പോൾ 2 ദിവസം കൂടിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഡനാങ്ങിലാണ്. പക്ഷേ അതൊക്കെ ഞങ്ങൾ നേരത്തെ പോകണ്ടായിരുന്നു. സോ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, വേറെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യുന്നതുകൊണ്ട് ഹോട്ടൽ ബുക്കിംഗ്സ് മാറ്റേണ്ടി വന്നു. സോ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പിന്നെ ഒരു ട്രാവൽ വ്ളോഗിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് കണ്ടന്റ്സ് മാത്രമേ ഇടാൻ നോക്കാറുള്ളൂ. അൺലെസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സ്ഥിതിക്ക് മാത്രമാണ് ഇങ്ങനെ ഇടുന്നത്. സോ എന്തായാലും ഞങ്ങൾ ന്യൂ ഇയർ ഡനാങ്ങിലായിരിക്കും. അതിന് മുമ്പ് നാത്രാങ്ങിൽ ഞങ്ങൾക്ക് ഇനിയിപ്പം 2 ദിവസം കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. അതും കൂടെ ഷൂട്ട് ചെയ്ത് അതിൽ പ്രിയ ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലങ്ങളാണ്. എന്റെ ഹെൽത്ത് ഓക്കെ ആയിട്ട് ഒന്നും കൂടെ ഞാൻ ആയിരിക്കും. അപ്പോൾ അത്ര സത്യം പറഞ്ഞാൽ ഇവിടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിലും അത്ര നല്ല ക്ലൈമറ്റും നല്ലൊരു റൂമിലിരിക്കുന്നേക്കാളും വീട്ടിലിരിക്കുന്നേക്കാളും ഒരു ഫീൽ ഗുഡ് ആംബിയൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് ആംബിയൻസ് എല്ലാം ഹാപ്പി ആവുമ്പോൾ നമ്മളുടെ മനസ്സും കൊണ്ട് ഒരു ഹാപ്പിനെസ് വരുമല്ലോ. അതുകൊണ്ട് ഫോഴ്സ് ചെയ്ത് പ്രിയ അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കെങ്കിലും വെളിയിൽ ഇരിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നൈറ്റ് ഇട്ട് റൂമിലും ഒരു ഷീറ്റിനടി കിടന്നു കഴിഞ്ഞാൽ കൂടുതൽ വേഴ്സാവത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് നാത്രാങ്ങിന്റെ വ്ളോഗ്സ് വരും. അത് നമുക്ക് ന്യൂ ഇയർ ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കണം. അപ്പോൾ അടുത്ത വർഷം ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാം നല്ലതായിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പറയാനായിരുന്നു. എന്തായാലും നാളെ വേറൊരു വ്ളോഗിൽ കാണാം. ആൻഡ് അഗെയിൻ വെരി സോറി ദാറ്റ് വി കുഡ്ന്റ് പ്രൊവൈഡ് ദ കണ്ടന്റ്സ് യു ഗൈസ് എക്സ്പെക്റ്റഡ് ഫ്രം അസ്. തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു, അതല്ലാത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. എന്തായാലും വിൽ ട്രൈ അവർ ബെസ്റ്റ്. നാളെ വേറൊരു നല്ലൊരു വ്ളോഗിൽ കാണാം. Stay healthy. Stay happy. Bye.